ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയാണെങ്കിലോ ഏട്ടന് വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് നിൽക്കുവാണ്. അപ്പോഴത്തേനും കൺമണിയുടെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും മറ്റൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ കൺമണി വിചാരിക്കുക കേട്ടോ. അപ്പോഴത്തേനും ഇത് ചേട്ടനോട് തന്നെ പറയണമെന്ന രീതിയിലൊക്കെ കൺമണിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടനോട് പോയി പറയുന്നുണ്ട് കേട്ടോ. ഏട്ടാ, കൺമണി ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേനും അവിടേക്ക് വരുൺ വിളിക്കുന്നുണ്ട് കേട്ടോ. കൺമണിയെ വിളിക്കുന്നുണ്ട്. വരുൺ സംസാരിക്കുമ്പോഴത്തേനും കൃഷും വിളിക്കുന്നുണ്ട് കേട്ടോ. കൃഷിൻ്റെ കോൾ കാണുമ്പോഴത്തേനും കൺമണിക്ക് കൃഷാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിന് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ഏട്ടൻ വിളിക്കുന്നുണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്. ഏട്ടനാണോ അതോ ക്രഷാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഫോൺ കട്ട് ചെയ്യില്ല എന്ന രീതിയിലൊക്കെ വരുൺ പറയുക കേട്ടോ. അപ്പോൾ കൺമണി ആകെ പെട്ട പോലെയാണ്. പിന്നെ കോൾ കട്ടായതിനു ശേഷം തന്നെ കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണാണെങ്കിലോ, ഇത്രയും കാലം ഞാൻ നിന്നോട് ചെയ്തതിനൊക്കെ മാപ്പ്, സോറി എന്ന രീതിയിലൊക്കെ കൃഷി പറയുന്നുണ്ട്. കൃഷിൻ്റെ മനസ്സിൽ കൺമണിയോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പോകെ അതെന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. കൺമണിക്കാണെങ്കിലോ കൃഷി സംസാരിക്കുമ്പോൾ വളരെയധികം സന്തോഷമാവുന്നുണ്ട്. കാരണം ആ താലി ഇതുവരെ ഊരി മാറ്റിയിട്ടില്ല. അങ്ങനെ ചേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ലക്ഷ്മിക്കും അതുപോലെ തന്നെ മനോജിനും ദേഷ്യം വരുന്നുണ്ട്. കൺമണിയെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രേമ വിശേഷം